വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ നേരെ അവിടെ കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പറശ്ശിനിക്കടവ് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാ ഒരു കുഞ്ഞ് പപ്പിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ, കുഞ്ഞ് നായക്കുട്ടി ഉണ്ട്. നമ്മളിതാ പറശ്ശിനി മടപുര ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ നടക്കുകയാണ് കേട്ടോ. ഗൈസ് ഇത് വലിയ പടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പടി കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഈ ഒരു പടി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇത് നടക്കുന്ന ലാസ്റ്റ് പടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയുന്നത് കേൾക്കാൻ സാധ്യതയില്ല കേട്ടോ. ഗൈസ് ഈ സെലക്ഷനിലോട്ട് വരുമ്പോൾ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ഗൈസ് അപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലല്ല, അമ്പലത്തിൻ്റെ പുറത്താണ്. ഉള്ളിൽ കയറിയാൽ എടുക്കൂല കേട്ടോ, വീഡിയോ എടുക്കാൻ പ്രവേശനമില്ല. അപ്പം നമുക്ക് നേരെ ഇത് മുത്തപ്പൻ്റെ നായയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറശ്ശിനിക്കടവിലാണ് കേട്ടോ ഉള്ളത്, അമ്പലത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഇവിടുന്ന് അധികമായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തിരക്ക് കൂടിയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഒച്ച സൗണ്ട് കേൾക്കുന്നത് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് നമ്മൾ മറ്റേ പയറും ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇത് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സൗണ്ടൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല അല്ലേ. അത് സാരമില്ല, അപ്പോൾ കുറച്ച് ക്ഷമിക്കാം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ വഴിയെ വരുന്നതാണ്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. എന്നെടുക്ക്, എന്നെ പിടിക്ക് പിടിക്ക് പിടിക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളിത് തിരികെ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകും, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ടോ. ഒന്നും അങ്ങനൊന്നും നിന്നിട്ടില്ല, തിരിച്ചു പോകാനായിട്ടോ. കണ്ടിട്ട് ഒരു നായ്ക്കുട്ടനുണ്ട്, നായ്ക്കുട്ടി. ഗൈസ് അങ്ങോട്ടും കേട്ടോ സ്റ്റെപ്പ്. ഗൈസ് 13 സ്റ്റെപ്പുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാനും ചേച്ചിയും കൂടിയിട്ട് റേസ് വെച്ചു കേട്ടോ. അതുകൊണ്ട് ഓടിയിട്ട് കിതക്കുകയാണ്. ഇവിടെ അമ്മ അച്ഛനും മെല്ലെ ഒച്ചിനെ പോലെ വരുന്നു കണ്ടോ. ഇത് 13ാമത്തെ സ്റ്റെപ്പാണ്. അങ്ങനെ ഇത് ലാസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ 13ാമത്തെ സ്റ്റെപ്പ് നമ്മൾ കടന്നെടുത്തിട്ട്. ഇവിടെ 4-5 പട്ടികളുണ്ട് കേട്ടോ. അതാ ഒരു കുഞ്ഞ് പട്ടിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, അതിനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ആ ഒരു പട്ടിക്ക് തിന്നാൻ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്കി 3 2, 5,
ഒന്ന് അപ്പം നമ്മളിതാ ഇവിടെ നമ്മൾ ഓടുകയാണ് കേട്ടോ. ഫസ്റ്റേ അപ്പം നമ്മളിതാ ഓടിച്ച് അതിന് നമുക്ക് റോട്ടിലേക്ക് നടന്നിട്ട് ആടുന്ന് വണ്ടി കയറിയിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ബാക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ വലിയ ഈ ഗൗൺ ഇട്ടിട്ട് ചൂടെടുത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം, എന്നിട്ട് ഇതൊക്കെ മാറ്റണം. ഓക്കെ, അത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മറ്റേ എവിടെപ്പാ പറശ്ശിനിക്കടവ് അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.